കഥാപാത്രത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു ആക്ടറെക്കുറിച്ച് നിങ്ങൾക്കറിയോ? ഞാൻ പറയുന്നത് ഹീത്ത് ലെഡ്ജർ എന്ന് പറയുന്ന ലെജൻഡറി ആക്ടറെക്കുറിച്ചാണ്. നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ ബാറ്റ്മാൻ സീരീസ് ചെയ്തു തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ മൂവിയായിട്ടുള്ള ഡാർക്ക് നൈറ്റ് എത്തി. അപ്പോൾ ഈ ഡാർക്ക് നൈറ്റിൽ ഗോഥം സിറ്റിയിൽ ഒരു വില്ലനെ വേണം, ജോക്കർ എന്ന് പറയുന്ന വില്ലൻ. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് ഹീത്ത് ലെഡ്ജർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ആക്ടറെയാണ്. ഈ ഹീത്ത് വളരെ ടീൻ ബേസ്ഡ് റൊമാൻസ് മൂവീസിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഫാൻസിനൊക്കെ ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ഇയാളെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ജോക്കർ എന്ന് പറയുന്ന ബാറ്റ്മാന് ഒപ്പം അല്ലെങ്കിൽ മുകളിൽ നിൽക്കുന്ന വില്ലനാണ്. പക്ഷേ ഹീത്ത് എന്ത് ചെയ്തു? ഈ റോള് കിട്ടിയപ്പോൾ ഏകദേശം 6 ആഴ്ചകളോളം ലണ്ടനിലെ ഒരു റൂമിൽ അടച്ചിട്ടിരുന്ന് സ്വന്തമായി ഒരു ജേണൽ ഉണ്ടാക്കിയിട്ട് ആ ബാറ്റ്മാനിന് എതിരായിട്ടുള്ള ജോക്കർ എന്നുള്ള ക്യാരക്ടറെ തൻ്റെ ഉള്ളിലേക്ക് കയറ്റി. അപ്പോൾ ഈ 6 ആഴ്ച കൊണ്ട് ഹീത്ത് എന്ന് പറയുന്ന ആക്ടർ കംപ്ലീറ്റ്ലി ജോക്കറായിട്ട് മാറി. ഈ ജോക്കറുടെ ഒരു ലെജൻഡറി ചിരിയുണ്ട്, അതുപോലെ ചില മാനറിസംസ് ഉണ്ട്. ഇതെല്ലാം ഈ ഹോട്ടൽ റൂമിൽ അടച്ചിട്ടിരുന്നിട്ടാണ് ഹീത്ത് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഈ ഐസൊലേഷന് ഹീത്ത് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ഹീത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു, ഡിപ്രഷൻ വന്നു, ആങ്സൈറ്റി വന്നു, പിൽസിൻ്റെ മുകളിൽ കഴിയാൻ തുടങ്ങി. ഷൂട്ടിംഗ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് പോയി. ഇൻഫാക്ട് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഈ ജോക്കറെ ഇൻറ്ററോഗേറ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. ക്രിസ്ത്യൻ ബെയിലാണ് ബാറ്റ്മാനായിട്ട് അഭിനയിച്ചത്. ആ സീനിൽ ഹീത്ത് ഈ ക്രിസ്ത്യൻ ബെയിലിനോട് തന്നെ ഇടിക്കാനൊക്കെ പറഞ്ഞു, അതായത് വേദനിപ്പിക്കാൻ. അപ്പോൾ അത് ഇയാൾ ബാറ്റ്മാൻ ചെയ്യാൻ തയ്യാറായില്ല. എന്നിട്ട് സ്വന്തം തല ഭിത്തിയിൽ ഇടിച്ചിട്ടൊക്കെയാണ് ആ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഡാർക്ക് നൈറ്റ് കണ്ട ഏതൊരാൾക്കും അറിയാം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ ജോക്കർ വന്നതെന്ന്. ഇൻഫാക്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും ടോപ്പ് 10 ഈ പറയുന്ന പോലെ വില്ലനസ് ക്യാരക്ടറിനെ എടുത്തു കഴിഞ്ഞാൽ അത് ഹീത്ത് അവതരിപ്പിച്ച ജോക്കർ ആയിരിക്കും. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം എന്ത് പറ്റിയെന്നുണ്ടെങ്കിൽ ഹീത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു. ആകെ 2 മണിക്കൂറേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. ഭയങ്കര മാനസിക സംഘർഷം. അങ്ങനെ പോയി ഒരു ദിവസം ഹോട്ടൽ മുറിയിൽ ഹീത്ത് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടെത്തിയത്. ഈ ജോക്കർ ആവാൻ വേണ്ടിയിട്ട് ഹീത്ത് സഹിച്ച ത്യാഗങ്ങളൊന്നും ലോകം കാണാതെ പോയില്ല. മരണാനന്തര ബഹുമതിയായിട്ട് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള ഓസ്കാർ ഹീത്തിന് ലഭിക്കുകയുണ്ടായി. ഹീത്ത് മരിക്കുമ്പോൾ 28 വയസ്സായിരുന്നു ഹീത്തിന്. ഇന്നും ലോകം ഹീത്തിനെ ഓർമ്മിക്കുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് വില്ലൻസ് ഇൻ ദ വേൾഡ് എവർ പോർട്രേഡ് എന്നാണ്. താങ്ക് യു.